ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീന സീക്രട്ട് ഫ്ലവേഴ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ കടലക്കറിയുമായിട്ടാണ്. നിങ്ങൾ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉറപ്പായും കഴിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചെറിയ വെള്ളക്കടല കുതിർത്തതാണ്. അത് ഉപ്പും ചേർത്തൊരു കുക്കറിലിട്ട് 5 വിസിൽ അടിച്ചെടുക്കാം. കുക്കറിൻ്റെ സ്വഭാവം അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ കടല ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ആദ്യം തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റി മസാല അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നിറം മാറി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ട് ചെറുതീയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. മസാല ഇതിനോട് ചേർന്ന് പെട്ടെന്ന് തന്നെ മൂത്ത് വരുന്നതാണ്. ഇപ്പം നമ്മുടെ സവാളയും മസാലകളുമൊക്കെ മൂത്ത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. മസാല കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. അല്പസമയം കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുക്കാനായി മാറ്റി വെച്ച് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. വീണ്ടും നമുക്ക് അതേ കടായി തന്നെ വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 കഷ്ണം തക്കോലം എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൂളുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. തേങ്ങ മൂത്ത് ബ്രൗൺ കളറൊന്നും ആകണ്ട, ചെറുതായി ഒന്ന് ചുവന്നാൽ മതി. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ കറിക്ക് നല്ല രുചിയാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം വളരെ ലോയിലായിരിക്കണം വെക്കേണ്ടത്, ഇല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ ഇത് തെറിച്ച് വരും. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കടല കൂടി മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് നേരത്തെ ഉള്ളി അരച്ചപ്പോൾ തന്നെ ചെയ്യേണ്ടതായിരുന്നു, ഞാൻ അന്നേരം വിട്ടുപോയതാണ്. അരച്ചതിന് ശേഷം മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട കെട്ടാതെ നന്നായി ഇളക്കി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കടല അരച്ചതും നമ്മുടെ മസാലയും കൂടി നന്നായി ചേർന്ന് വരുന്നവരെ ചെറിയ തീയിൽ കുറച്ച് നേരം നന്നായി ഇളക്കി വേവിക്കണം. അപ്പോൾ ആ കടലയുടെയും പച്ചമണമൊക്കെ പോയി ഒരു നല്ല മണമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് 2 പച്ചമുളക് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് മല്ലിയില മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ്. ആ കടല നമുക്ക് കുക്കറിൽ നിന്ന് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കറി കുറച്ചുകൂടി ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം തിളപ്പിക്കണം. ഏകദേശം ഇപ്പോൾ ഒരു 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്. ഇതാണ് കസൂരി മേത്തി. ഇത് ചെറുതായൊന്ന് ചൂടാക്കി നമ്മുടെ കൈവെള്ളയിലിട്ട് നന്നായി തിരുമ്മി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആഹാ, എന്താണൊരു നല്ല മണം! ഈ കറിക്ക് ഒരു പ്രത്യേക അരോമ തന്നെ കൊടുക്കുന്ന ഒന്നാണിത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവുണ്ടായിരുന്നു. ഞാനതുകൊണ്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കടലക്കറി ഇവിടെ റെഡിയായെങ്കിലും ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണിത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ കറി നല്ല സൂപ്പറാണ്. നമുക്ക് മുകളിൽ കുറച്ച് മല്ലിയില കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ സ്പെഷ്യൽ കടലക്കറി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കി ഫീഡ്ബാക്കൊക്കെ എന്നോട് പറയുമല്ലോ. ഇത് അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ ബെസ്റ്റാണ് ഈ കറി. ഞാനൊരു കഫേ നടത്തിയിരുന്നപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നതും ഈ കടലക്കറിക്ക് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. കൂടാതെ നമ്മുടെ ബീന സീക്രട്ട് ഫ്ലേവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കുക.